ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങനെ എയർ ഫ്രയറിൽ എണ്ണയില്ലാതെ ഫ്രൈംസ് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. കുറച്ച് ഫ്രൈംസ് എടുത്ത് നമ്മുടെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്ന ആ ബാസ്ക്കറ്റിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ആ, ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ആ ഫ്രൈംസുമേ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡായി എല്ലാ ഫ്രൈംസുമിലേക്കും പറ്റുന്ന പോലെ നമ്മുടെ കൈ കൊണ്ട് ആക്കുന്നതാണ്, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് അത്ര ഇതാവുമെന്നറിയില്ല, കൈ കൊണ്ട് പരട്ടി കൊടുക്കുക. അതിനുശേഷം ഇനി നിങ്ങൾക്ക് മുളക് പൊടി ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുളക് പൊടിയും അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓരോ ഫ്രൈംസിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ നമ്മൾ 160 ഡിഗ്രി സെറ്റ് ചെയ്യുക. ആ നോബ് തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. ഇത്രയും ടൈം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി മൂത്തിട്ടാണ് ഈ ഫ്രൈംസ് പുറത്തേക്ക് വരിക. ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് ഇനി 5 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ ഒരു ടിങ്ങുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഇൻ കേസ് അത് ശരിക്കും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. പിന്നെയും അത് ഓൺ ആക്കണ്ട, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ചൂടുകൊണ്ട് തന്നെ അത് ആയിക്കോളും. ഇത് ഫ്രൈംസ് റെഡി ആയിട്ടാണ്. നമുക്ക് ഈ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഫ്രൈംസിന് കറക്റ്റാണ്. അല്ല, ഇൻ കേസ് നിങ്ങളിപ്പോൾ 4 മിനിറ്റ്സ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 മിനിറ്റും കൂടെ അതിൻ്റെ ഉള്ളിൽ ഓഫ് ആക്കിയിട്ട് വെച്ചാലും മതിയാവും. 5 മിനിറ്റ്സ് ആണ് ജനറലി ഫ്രൈംസ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉടയ്ക്കാൻ പറ്റുന്ന പോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഫ്രൈംസ്. ഇത് വേറൊരു ടൈപ്പ് ഫ്രൈംസ് ആണ്, കളേർഡ് ഫ്രൈംസ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന കാറും വീട് പോലത്തെ ഡിസൈനും അങ്ങനെ പല പല ഡിസൈൻസ് ഉള്ള ഒരു ഫ്രൈംസ് ആണ്. ഇതിലേക്കും നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് എണ്ണ സ്പ്രെഡ് ചെയ്യുക. അതിൽ ജസ്റ്റ് 160 ഡിഗ്രി തന്നെയാണ് വെക്കുന്നത്. ഇതിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ സാധനത്തിൻ്റെയും കുക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഫ്രൈംസിന് 160 ആണ്, ഇതിന് 5 മിനിറ്റ്സ് തന്നെയാണ് വെച്ചത്. 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ് അത് ടൈം കറക്റ്റായിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ ഫ്രൈ ചെയ്ത പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ടേസ്റ്റ് വൈസും എണ്ണയിൽ വറുത്തതിൻ്റെ ഫുൾ ടേസ്റ്റ് ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഹെൽത്ത് വൈസ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതാണ് ഫ്രൈംസ്, 2 ടൈപ്പും വറുത്തത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, കുട്ടികൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണത്.